നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ? You can't repeat the past. Can't repeat the past. No. Of course you can. Of course you can. ഇത് 2013 ഇറങ്ങിയ ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് എടുത്തതാണ്. അത് 1925 ഇറങ്ങിയ ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിന്റെ അഡാപ്റ്റേഷൻ ആണ്. ഈ പുസ്തകം ഞാൻ വായിച്ചു, മൂവിയും കണ്ടു. ഈ പുസ്തകം വായിക്കണോ അതോ സിനിമ കണ്ടാൽ മതിയോ? തുടക്കക്കാർക്ക് വായിക്കാൻ പറ്റിയ പുസ്തകമാണോ ഇത്? കഥ എങ്ങനെയുണ്ട്? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം പുസ്തകത്തെ കുറിച്ച് പറയാം. ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി എന്ന് പറഞ്ഞ ഈ നോവൽ ദ ഗ്രേറ്റ് അമേരിക്കൻ നോവൽ എന്നാണ് അറിയപ്പെടുന്നത്. 20കളിലെ അതായത് 1900കളിലെ അമേരിക്കൻ ലൈഫ് സ്റ്റൈൽ കാണിച്ചു തരുന്ന നോവലാണ് ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ റിച്ച് ആളുകളുടെ ലൈഫ് സ്റ്റൈൽ. ഇത് എഴുതിയിട്ടുള്ളത് നിക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. സിനിമയിലും അങ്ങനെ തന്നെയാണ്. നിക്ക് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ കണ്ണുകളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇത് ചെയ്തിട്ടുള്ളത് പഴയ സ്പൈഡർമാൻ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുള്ള ടോബി മഗ്വയർ ആണ്. നിക്കാണ് ഇതിൽ കഥ പറയുന്നതെങ്കിലും ഇതിൽ വലിയ റോളൊന്നും നിക്കിനില്ല. പലപ്പോഴും സൈഡിൽ നിന്ന് എല്ലാം നോക്കി കാണുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതിലെ മെയിൻ ക്യാരക്ടർ ഗാറ്റ്സ്ബി തന്നെയാണ്. അത് സിനിമയിൽ ചെയ്യുന്നത് ലിയോണാർഡോ ഡിക്കാപ്രിയോ ആണ്. കഥയെ മുന്നോട്ട് നയിക്കുന്നത് മില്ലേനിയർ ജെന്റിൽമാൻ ഗാറ്റ്സ്ബി എന്ന കഥാപാത്രത്തിന്റെ മിസ്റ്ററീസിലൂടെയാണ്. ആരാണ് ഗാറ്റ്സ്ബി? അയാളുടെ പാസ്റ്റ് എന്തായിരുന്നു? അയാളെ ചുറ്റിപ്പറ്റി കുറച്ച് റൂമറൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണോ? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി പോയിക്കൊണ്ടിരിക്കുന്ന കഥയാണ് ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി. ഭയങ്കര ലക്ഷറി ലൈഫാണ് ഗാറ്റ്സ്ബിയുടേത്. വലിയ വീട്, കാറുകൾ, ആ പഴയ മോഡൽ കാറില്ലേ അത്, ആഴ്ചയില് വലിയ പാർട്ടികളൊക്കെ നടത്തുന്നു, അങ്ങനെയൊക്കെ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 20th സെഞ്ചുറി അമേരിക്കൻ റിച്ച് ലൈഫ് കാട്ടിത്തരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഥ ഒരു ട്രാജഡിയാണ്. എന്താണെന്നൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് തീം പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടാവുന്നതിലല്ല കാര്യം, കുറച്ച് ക്വാളിറ്റി ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവുന്നതിലാണ്. റിയൽ ഫ്രണ്ട്സിനെ നമ്മളെ മോശം സമയത്തെ മനസ്സിലാകൂ എന്ന് പറയാറില്ലേ? അത് എത്രമാത്രം ശരിയാണെന്ന് നോവൽ കാട്ടിത്തരുന്നു. നോവലും മൂവിയും വലിയ വ്യത്യാസമൊന്നുമില്ല. നോവലുള്ള അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് മൂവിയിലും ഉള്ളത്. പക്ഷേ ഇതൊരു ക്ലാസിക് ബുക്കാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്ത് ഇപ്പോഴും പോപ്പുലറായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ബുക്കിനുണ്ട്. അതായത് ഒരു 100 വർഷം മുമ്പുള്ള ഇംഗ്ലീഷ് അല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മലയാളത്തിന്റെ കേസും അതുതന്നെയാണ്. ഒരു 100 വർഷം മുമ്പുള്ള മലയാള ഭാഷയല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല മലയാള വാക്കുകളും മുമ്പ് ഉണ്ടായിരുന്നില്ല. 100 വർഷം മുമ്പുള്ള ഒരു മലയാള പുസ്തകം വായിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ ക്ലാസിക് ബുക്സ് ഒക്കെ വായിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. വേർഡ്സ് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ ഗ്രാമറിലും ചില മാറ്റങ്ങൾ വന്നെന്നിരിക്കാം. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് പറ്റിയ ബുക്കല്ല. ക്ലാസിക്സ് വെച്ച് ഒരിക്കലും ബിഗിനേഴ്സ് വായന തുടങ്ങരുത്. വായന വെറുത്തു പോകും. പിന്നെ ബുക്ക് വായിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നല്ല സ്ലോ പേസ്ഡ് ആണ്. ഇനി നിങ്ങൾ ആൾറെഡി ഒരു വായനക്കാരനാണെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസിക് ബുക്സ് വായന തുടങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇത് ആകെ 145 പേജുള്ളൂ. മാത്രമല്ല അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയുള്ളൂ. ഇനി അഥവാ ബുക്ക് വായിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ പോയെന്നൊരു തോന്നൽ വേണ്ടല്ലോ. 100 രൂപയല്ലേ കൊടുക്കുന്നുള്ളൂ. ഗ്രേറ്റ് ഗാറ്റ്സ്ബി മൂവി ബുക്കിന്റെ അഡാപ്റ്റേഷൻ നല്ല നീറ്റായി ചെയ്തു വെച്ചിട്ടുണ്ട്. ക്ലാസിക്കിന്റെ കളർ നിലനിർത്തി എന്നാൽ ബോറാകാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അഡാപ്റ്റേഷന്റെ പ്രശ്നം ഇതാണ്. മൂവി നന്നായാൽ ബുക്ക് ബോറായി തോന്നും. ഇനി ബുക്ക് നന്നായി മൂവി ബോറായാലോ ആ പുസ്തകത്തെ നശിപ്പിച്ച പോലെ തോന്നും. ഇനി രണ്ടും നന്നായാലോ ബുക്ക് വായിച്ചവർക്ക് മൂവി കാണാൻ ഒരു രസം ഉണ്ടാവില്ല. നേരെ തിരിച്ച് മൂവി കണ്ടവർക്ക് ബുക്ക് വായിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. കാരണം സ്റ്റോറി ആൾറെഡി അറിയാലോ. അതുകൊണ്ട് ഈ ബുക്ക് അഡാപ്റ്റേഷൻ പരിപാടി നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എന്തുണ്ടാക്കാനാണ് നീ മൂവിയും ബുക്കും കണ്ടതെന്ന് ചോദിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ബുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ മൂവി കണ്ടപ്പോൾ എല്ലാത്തിനും ഒരു വ്യക്തത വന്നു. പിന്നെ 1900ലെ അമേരിക്ക ഒന്ന് കണ്ടപ്പോഴും കൂടെയാണ് ശരിക്കും ഒന്ന് മനസ്സിലായത്. വായിക്കാൻ അത്ര രസമില്ലായിരുന്നെങ്കിലും സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയെന്ന് ഞാൻ പറയില്ല, ബട്ട് ഇറ്റ്സ് ആൻ ഓക്കെ ബുക്ക്. ചീറ്റിംഗ്, റേസിസം തുടങ്ങിയ കാര്യങ്ങളും ബുക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അമേരിക്കന്റെ ഹിസ്റ്ററി അറിയാലോ. ബ്ലാക്സിനൊക്കെ സ്ലേവ്സ് ആക്കി വെച്ചിരുന്ന കൂട്ടരാണ്. പെൻഗ്വിൻ ബുക്സ് എന്നാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചത്. ഒരുപാട് കാലമായിട്ട് ഈ ബുക്ക് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഈ കവർ ഡിസൈൻ കണ്ടുകൊണ്ട് മാത്രമാണ് പെൻഗ്വിന് ഞാൻ ഈ പുസ്തകം വാങ്ങാൻ തീരുമാനിച്ചത്. ഇതിന്റെ കവർ ക്വാളിറ്റി അടിപൊളിയാണ്. പക്ഷേ ഇതിന്റെ പേജ് ക്വാളിറ്റി 5 പൈസക്ക് കൊള്ളൂല. പേജ് നല്ല തിന്നാണ്. മാത്രമല്ല മങ്ങിയ പോലെയാണ് പേജ് കാണപ്പെടുന്നത്. പിന്നെ ഇത് റീസൈക്കിൾഡ് പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് എവിടെയോ വായിച്ചു ഇതിൻ്റെ അകത്ത്. പിന്നെ അതങ്ങ് ഞാൻ ക്ഷമിച്ചു. കാരണം ഞാനൊരു റീസൈക്കിൾഡ് പേപ്പർ കൊണ്ട് ഒരു ബുക്ക് വാങ്ങി ഒരു മരത്തെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞാൽ
അങ്ങനെ ആയിക്കോട്ടെ. ഇതിന്റെ പല കവർ ഡിസൈൻസ് പല വിലക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നോക്കിയാൽ മതി ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അമിതാഭ് ബച്ചൻ സിനിമയിൽ ഒരു റോള് ചെയ്യുന്നുണ്ട്. മേയർ വോൾഷേം എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് അമിതാഭ് ബച്ചൻ ചെയ്യുന്നത്. ഒരു ചെറിയ റോളാണ്. അമേരിക്കൻ ഡ്രീം എന്ന് പറഞ്ഞ സങ്കല്പത്തെ നോവലിലൂടെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് എഴുത്തുകാരൻ ചെയ്യുന്നത്. അമേരിക്കൻ ഡ്രീം എന്ന് പറഞ്ഞാൽ ആർക്കും എന്തും ആവാം. അവരുടെ പാസ്റ്റോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഒരു ഇഷ്യൂ അല്ല എന്നുള്ള ബിലീഫാണ്. ഗാറ്റ്സ്ബിക്ക് ശേഷം പ്രൈഡ് ആൻഡ് പ്രജുഡിസ് ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഉടനെ ചാനലിൽ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ബൈ.